ഞാൻ കെ എം തോമസ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ടാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നത് എറണാകുളത്ത് ഞങ്ങൾക്ക് വന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധികളും അതിനെ എങ്ങനെ അതിജീവിച്ചു വിജയകരമാക്കി എന്നുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത്. SP കോളേജിലേക്ക് കൊടുത്ത അഡ്മിഷൻ ഞങ്ങൾക്ക് വലിയ സക്സസ് ആകുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ അത് ആ കോളേജിനും ഏറ്റവും സക്സസ് ആയിരുന്നു, ഞങ്ങൾക്കും ഏറ്റവും സക്സസ് ആയിരുന്നു. ഇപ്പോൾ SP കോളേജിൻ്റെ ചെയർമാനും അദ്ദേഹത്തിൻ്റെ വൈഫും അപ്പോൾ അവരെല്ലാം ഞങ്ങളോട് ഏറ്റവും ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയും അപ്പോൾ ആ കുട്ടികളെല്ലാവരും അവരിൽ പലരും 25, 26 വയസ്സുള്ളവരൊക്കെ ആയിരുന്നു. അതുവരെയും പഠിക്കാൻ കഴിയാതെ നിന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു അവസരം കൊടുത്ത് അപ്പോൾ അവസരം പ്രയോജനപ്പെടുത്തി അപ്പോൾ അവരിപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പേര് ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ അവരൊക്കെ ജീവിതത്തിൽ വളരെ സക്സസ് ആകുവാൻ തക്കോണം ഇടയായി തീർന്നു. അതോടനുബന്ധിച്ച് എനിക്ക് വേറെയും കുറേ അഡ്മിഷൻ കൂടി നടത്തുന്നതിനും എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറുവാൻ തക്കവണ്ണം ഇടയാകുകയും എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ടൊക്കെ വരുന്നതിനുള്ള അവസരങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു. അപ്പോൾ ആ സമയത്താണ് വീണ്ടും കർണാടകയിൽ അവിടുത്തെ ഗവൺമെൻറ് പുതിയതായിട്ട് കുറേ അധികം കോളേജുകൾക്ക് പുതുതായി കോളേജുകൾ തുടങ്ങാനുള്ള അംഗീകാരങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ആ അംഗീകാരം ലഭിച്ചത് മറ്റ് കോളേജുകളെല്ലാം ക്ലാസ്സുകളൊക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഒക്ടോബർ, നവംബർ മാസമൊക്കെ ആകുമ്പോഴാണ് ഈ പുതിയ അംഗീകാരം ലഭിക്കുന്നത്. സാധാരണ രീതിയിൽ ആ സമയത്ത് കുട്ടികളെ ഒന്നും കിട്ടില്ല. കാരണം ഇപ്പോൾ അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെട്ടിരുന്ന കുട്ടികളൊക്കെ ഏതെങ്കിലും കോളേജുകളിലൊക്കെ ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ട് എന്നോട് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നത് കർണാടകയിലെ ഷിമോഗയിലുള്ള മൈത്രി കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ അന്ന് ശ്രീ യെഡിയൂരപ്പയായിരുന്നു ആ കോളേജിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ മകൻ വിജയേന്ദ്ര ഞാൻ ഒട്ടും ചിന്തിക്കാതിരുന്ന ഒരു സമയത്ത് എറണാകുളത്ത് ഞങ്ങളുടെ ഓഫീസിൽ വരികയും അപ്പം അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പാളും മറ്റൊരാളും ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഓഫീസിൽ വരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം SP കോളേജിലേക്ക് അഡ്മിഷൻ കൊടുത്തതും ആ സക്സസ് സ്റ്റോറിയൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം ഞങ്ങളൊരു പുതിയ കോളേജ് തുടങ്ങി. അപ്പം ഞങ്ങളുടെ കോളേജിലേക്കുള്ള സീറ്റ് മുഴുവനും ഫില്ല് ചെയ്ത് തരാമോ? അപ്പം അതിനുശേഷം എൻ്റെ അടുത്തേക്ക് ഒട്ടനവധി കോളേജുകൾ, ബാംഗ്ലൂരിലെ പ്രശസ്തമായ ആചാര്യ ഗ്രൂപ്പ് ഓഫ് കോളേജസ്, അപ്പം ആ സമയത്ത് അവർക്ക് 3 നഴ്സിംഗ് കോളേജുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവർക്കെല്ലാം GNM ഉണ്ട്, ജനറൽ നഴ്സിംഗും ഉണ്ട്. അപ്പം അതോടൊപ്പം തന്നെ മറ്റൊട്ടനവധി കോളേജുകൾ, SP കോളേജ്, ഹിന കോളേജ്, നവനീതം കോളേജ്, RR കോളേജ്, ധന്വന്തരി കോളേജ്, മഞ്ജുശ്രീ കോളേജ്, വിദ്യാകിരണ കോളേജ്, കർണാടക കോളേജ്, സുശ്രുത കോളേജ്, ആദർശ കോളേജ്, ബാംഗ്ലൂർ കോളേജ് ഓഫ് നഴ്സിംഗ്, BMS കോളേജ്, നേതാജി കോളേജ്, MVM സുമ കോളേജ്, സോഫിയ കോളേജ്, നൈറ്റിംഗൽ കോളേജ്, ഗോൾഡ് ഫിഞ്ച് കോളേജ്, ബ്രൈറ്റ് കോളേജ്, ഇങ്ങനെ ഒട്ടനവധി കോളേജുകൾ. അപ്പോൾ ആ കോളേജുകളൊക്കെ 1 by 1 ആയിട്ട് ഞങ്ങളെ സമീപിക്കുകയും അപ്പോൾ അവരുടെ എല്ലാവരുടെയും അഡ്മിഷൻ ഫില്ല് ചെയ്യാമോ എന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്. സാധാരണഗതിയിൽ ഒരാൾക്കും ഏറ്റെടുക്കാൻ പറ്റാത്ത, ഒരു വ്യക്തിക്കും ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു ചലഞ്ചാണത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്റ്റുഡൻസിനെ തരാം, പക്ഷെ അവരാരും ഇപ്പോൾ 1 രൂപ പോലും പേയ്മെൻറ്റ് അടയ്ക്കത്തില്ല. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പണമില്ലാത്ത കുട്ടികളുണ്ട്. ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞ പുതിയൊരു സിസ്റ്റവും വന്നിട്ടുണ്ട്. നമുക്കൊരുമിച്ച് ഈ കുട്ടികൾക്ക് ലോൺ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്ത് ലോൺ കിട്ടുമ്പോൾ കുട്ടികൾ പേയ്മെൻറ്റ് കോളേജിൽ അടയ്ക്കും. ഇപ്പം ഞാനും കുട്ടികളടുത്ത് പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കോളേജിനോട് പറഞ്ഞപ്പോൾ ഒട്ടനവധി കോളേജ് പറഞ്ഞു, ഒരിക്കലും 1 രൂപ പോലും തരാതെ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. കാരണം ഞങ്ങൾക്ക് കുറേ എക്സ്പെൻസുകളുണ്ട്.
മാത്രമല്ല 1 രൂപ പോലും അടയ്ക്കാതെ ഒരു അഡ്മിഷൻ നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. ഇപ്പം കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാൻ അവരെ കൺവിൻസ് ചെയ്തു. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് അഡ്മിഷൻ നടത്തി തരാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ബാച്ച് മുഴുവൻ നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ പോവുകയാണ്. നിങ്ങൾ ഈ കുട്ടികൾക്ക് അഡ്മിഷൻ തന്നാലും തന്നില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ ഓൾറെഡി ബിൽഡിംഗ് ഉണ്ട്, ഹോസ്റ്റലുണ്ട്, സ്റ്റാഫിനെയും പ്രിൻസിപ്പളിനെ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇനി കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ കോളേജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സ്പെൻസിൽ നിങ്ങൾക്ക് ഫുഡിൻ്റെ എക്സ്പെൻസൊക്കെ എക്സ്ട്രാ ഒക്കെ വരത്തുള്ളൂ. ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു ബാച്ചിലെ കുട്ടികളെ കിട്ടുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതല്ലാതെ അപ്പം അവർ കുറച്ച് ഇനിഷ്യൽ പേയ്മെൻ്റ് ഒന്നും അല്ല. അപ്പം അങ്ങനെ സംസാരിച്ച് എനിക്ക് എല്ലാ മാനേജ്മെൻറ്റുകളെയും അപ്പം അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റി. കാരണം ഒരു കോളേജും അങ്ങനെ ഒരു പ്രൊപ്പോസൽ അംഗീകരിക്കത്തുമില്ല. അപ്പം അതിന് മുൻപും അതിനു ശേഷവും അപ്പം അങ്ങനെ ഒരു പ്രൊപ്പോസൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്ന് പറയാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ഒരു ഫീസും തരണ്ട, ഒരു പേയ്മെൻറ്റും അടയ്ക്കണ്ട, നിങ്ങൾ വന്ന് ചേർന്നോ എന്ന് പറഞ്ഞാലും നമുക്കൊരു കുട്ടിയെ പോലും കിട്ടത്തില്ല. ഈ കേൾക്കുന്നവർ വിചാരിക്കും അപ്പം അങ്ങനെ പറഞ്ഞാൽ 1000കണക്കിന് കുട്ടികളെ കിട്ടില്ലേ? പക്ഷെ കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അതിന് സംശയം വരും. എല്ലാവരും വിചാരിക്കും ഇതെന്തോ ഒരു കളിപ്പീരാണ്. അപ്പം അല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ അഡ്മിഷൻ തരുന്നത്? ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞ് അഡ്മിഷൻ എടുത്ത് ഇപ്പം അവിടെ ചെന്ന് 1 മാസം 2 മാസം കഴിയുമ്പം പൈസ അടയ്ക്കാൻ പറയും. ഇത്തരത്തിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും വരാം. ഒരു കുട്ടികളുടെ അഡ്മിഷൻ പോലും കിട്ടത്തില്ല. കാരണം അതിനുശേഷവും പലരും ഇങ്ങനെയൊക്കെ നോക്കിയതാണ്, ഫീസ് തരണ്ട പിന്നെ തന്നാൽ മതി. പക്ഷെ അങ്ങനെ ഒന്നും അഡ്മിഷൻ കിട്ടത്തില്ല. പക്ഷേ എനിക്കന്ന് പത്രമാത്രം നല്ലൊരു ക്രെഡിബിലിറ്റി എനിക്കുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും സാധാരണഗതിയിൽ ചെയ്യത്തില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുട്ടികളോടോ രക്ഷകർത്താക്കളോ കോളേജ് മാനേജ്മെൻറ്റോടോ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അത്ഭുതം എന്ന് പറയട്ടെ, ഈ പറഞ്ഞ എല്ലാ കോളേജുകളുടെയും മുഴുവൻ സീറ്റുകളും എനിക്ക് ഫില്ല് ചെയ്യുവാൻ തക്കവണ്ണം ഒരു അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ നടന്നു. അപ്പം അന്ന് എറണാകുളത്തെ ഞങ്ങളുടെ ഓഫീസിന് മുമ്പിലേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, പല ദിവസങ്ങളിലും 10 ടൂറിസ്റ്റ് ബസ്സുകൾ വന്ന് നിന്നിട്ട് ഈ 10 ബസ്സുകളിലും മറ്റ് യാത്രക്കാരെല്ലാം മുഴുവനും ഞങ്ങൾ വഴി അഡ്മിഷൻ എടുത്ത കുട്ടികളും അപ്പം അവരുടെ മാതാപിതാക്കളും. അപ്പം അങ്ങനെ ഒരു ദിവസം 10 ബസ് പോലും കുട്ടികളുമായി ക്ലാസ് തുടങ്ങിയപ്പോൾ കോളേജിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് ഒരു 200-ലധികം സ്പെഷ്യൽ ബസ്സുകളാണ് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുള്ളത്. അപ്പം അതിലൊന്ന് പറയട്ടെ, കുട്ടികൾ 1 രൂപ പോലും തന്നിട്ടില്ല എന്ന് മാത്രമല്ല, പല കുട്ടികൾക്കും ബാംഗ്ലൂർ വരെ പോകാനുള്ള വണ്ടിക്കൂലി, ബസ് കൂലി, യാത്രക്കൂലി പോലും ഇല്ലാതെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞവരുണ്ട്. സാറേ ഇത് നല്ലൊരു അവസരമാണ്, പക്ഷെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ വരെ പോകാനുള്ള വണ്ടിക്കൂലി ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. സാർ എന്താണെങ്കിലും ഇത്രയും സഹായം ചെയ്യുന്നതല്ലേ, ഇപ്പം ഞങ്ങൾക്ക് തൽക്കാലം വണ്ടിക്കൂലി ഇല്ലാതെ ഒന്ന് പോകാനൊന്ന് സഹായിക്കാമോ? ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, 1 രൂപ പോലും എടുക്കാനില്ല. അപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, സംശയിക്കാം, ഞാൻ പറയുന്നത് സത്യമാണ്. ഒരു 250-ലധികം കുട്ടികൾ അങ്ങനെ വണ്ടിക്കൂലി പോലും തരാൻ കാശില്ലാത്തവർ. അപ്പം അവരൊക്കെ പലരും 26 വയസ്സ്, 27 വയസ്സ്, 25, 24 ഇപ്പം ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ ആയിരുന്നു. കാരണം പല വർഷങ്ങളും അവർ കാത്തു നിന്നിട്ടും പണമില്ലാത്തതിന് പേര് പഠിക്കാൻ പറ്റാത്തവരായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഇത്രയും പേരെ സഹായിക്കുക എന്നുള്ളത് ഇപ്പം എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമാണല്ലോ. അപ്പം അത്രയും പേര് രക്ഷപ്പെട്ടിട്ട് എന്നുള്ള നല്ല ഉദ്ദേശത്തോടെ ഇപ്പം ഞാൻ അവരെല്ലാം സഹായിച്ചു, സപ്പോർട്ട് ചെയ്തു. ഇനി മറ്റു കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം ഇത്രയും കുട്ടികളുടെ ലോൺ അറേഞ്ച് ചെയ്യണം. അപ്പം അതൊരിക്കലും എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ബാങ്കുകാരുമായിട്ടൊക്കെ പോയി സംസാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി ഏറ്റവും വലിയൊരു പല ബാങ്കിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്ന അത്രയും ഉന്നതരായിട്ടുള്ള
ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ബദരി നാരായൺ എന്നായിരുന്നു. അപ്പം അദ്ദേഹം ആ സമയത്ത് ബാംഗ്ലൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരിൽ ഒരാളായിരുന്നു. മാത്രമല്ല കേന്ദ്ര മന്ത്രിയായിരുന്ന ശ്രീ ചിദംബരത്തിൻ്റെ ഉറ്റ സുഹൃത്തും അവർ ഫാമിലി ഫ്രണ്ട്സാണ്. അത്രമാത്രം ബന്ധങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു ഈ ബദരി നാരായൺ. അപ്പം അദ്ദേഹം ഈ പ്രോജക്റ്റിൽ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ടേക്ക് കെയർ ചെയ്തോളാം എന്നോട് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരു കുട്ടിയുടെ ലോൺ റെഡിയാക്കി തരുന്നതിന് 2000 രൂപ മാത്രം പ്രോസസ്സിംഗ് ഫീസായിട്ട് കൊടുത്താൽ മതി. വേറെ ആർക്കും ബ്രൈബ് കൊടുക്കുകയോ കൈക്കൂലി കൊടുക്കുകയോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അന്ന് 3000-ഓളം കുട്ടികളുടെ അഡ്മിഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറെക്കുറെ 60 ലക്ഷത്തോളം രൂപ കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു. അപ്പം അദ്ദേഹം ആ സമയത്ത് സിംഗപ്പൂരിലുള്ള വലിയൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനിയുടെ ഒരു മെഗാ പ്രോജക്റ്റ് ചെയ്യുവാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഞാൻ പറയുന്ന പ്രോജക്റ്റ് അതിനേക്കാൾ നല്ലതാണ്. അപ്പം അതുകൊണ്ട് സിംഗപ്പൂർ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം അദ്ദേഹം ഈ പ്രോജക്റ്റ് ടേക്ക് കെയർ ഓഫ് ചെയ്യാം. രണ്ടും കൂടി ഒരു സമയത്ത് അദ്ദേഹത്തിന് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ സിംഗപ്പൂർ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അപ്പം ഞാനും വിചാരിച്ചു, ഇത്ര ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്, അപ്പം ഇത്രയും ബന്ധങ്ങളുള്ള വ്യക്തിയാണ്, 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാം. അപ്പം അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്നു. മാത്രമല്ല പ്രോജക്റ്റിൽ ആ സമയത്ത് ഡോക്ടർ BS അജയ് കുമാർ, അദ്ദേഹം അന്ന് ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി, പിന്നീട് ഇപ്പോൾ അത് HCG എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ കെയർ ഹോസ്പിറ്റലുകളിൽ ഒന്നാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പം അദ്ദേഹം അത്രയും അറിയപ്പെടുന്ന ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ആ സമയത്ത് അമേരിക്കയിൽ ക്യാൻസർ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂർ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഗോൾഡ് മെഡലിസ്റ്റായിട്ട് പാസ് ഔട്ടായി. അപ്പം അമേരിക്കയിലെ ഉന്നതമായ സർവകലാശാലകളിലൊക്കെ മെഡിസിൻ്റെ ഉപരിപഠനമൊക്കെ നടത്തി. അപ്പം അത്ര ഹൈ പ്രൊഫൈലുള്ള, മാത്രമല്ല അദ്ദേഹം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തികളിൽ ഒരാൾ. അപ്പം അദ്ദേഹത്തോടൊക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നത് പോലും നമുക്ക് വളരെ കുളിർമ നൽകുന്ന, വളരെ ഒരു അത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ്. വളരെ അത്രമാത്രം നല്ലൊരു വ്യക്തി. അപ്പം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാനിടയായത് അദ്ദേഹം ഷിമോഗ സ്വദേശിയാണ്. അപ്പം ഷിമോഗയിലുള്ള മൈത്രി കോളേജ്, അപ്പം അദ്ദേഹവും ശ്രീ യെഡിയൂരപ്പയും കൂടെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് തുടങ്ങിയത്. അപ്പം അങ്ങനെയാണ് എനിക്ക് ഡോക്ടർ BS അജയ് കുമാറിനെ പരിചയപ്പെടാൻ ഇടയായത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ ഈ വലിയ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ബദരി നാരായൺ എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഡോക്ടർ അജയ് കുമാറിനോടൊരു നല്ല പ്രപ്പോസൽ സംസാരിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇപ്രകാരം 3000-ഓളം കുട്ടികളുടെ അഡ്മിഷൻ നടത്തുകയാണ്. നമുക്ക് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഈ കുട്ടികൾക്കൊക്കെ നമുക്ക് Day 1 മുതൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുറന്ന് അവരുടെ ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യമൊക്കെ നന്നായി വർദ്ധിപ്പിച്ച് ഇവർക്ക് IELTS, OET, RNN+ തുടങ്ങിയ കോച്ചിങ്ങുകളൊക്കെ ഇന്ത്യയിൽ തന്നെ കൊടുത്ത് നമുക്കവരെ അമേരിക്കയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കോച്ചിങ്ങുകളും കൊടുത്ത് നമുക്കവർക്ക് അമേരിക്കയിൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കാര്യം ചെയ്യാം. അപ്പം അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പം അമേരിക്കയിലേക്ക് കുറേയധികം ഇന്ത്യൻ നഴ്സുമാർ പോകുന്നുണ്ടെങ്കിലും അപ്പം അവരൊക്കെ ഒരു കഷ്ടിച്ചൊരു എൻട്രി ലെവൽ റിക്വയർമെൻറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ആ രീതിയിലല്ല. അപ്പം അവരെ ഒരു വേൾഡ് ക്ലാസ് നഴ്സസ് ആക്കി, ഏറ്റവും മികച്ച നഴ്സസ് ആക്കി നമുക്കവരെ ആ രീതിയിലുള്ള കാര്യം നമുക്ക് ചെയ്യാം. കാരണം നമ്മുടെ മുമ്പിൽ 4 വർഷമുണ്ട് ഓരോ സ്റ്റുഡൻറ്റിനും. അപ്പം അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് അത്ര നല്ലൊരു സംവിധാനമാക്കാം. മാത്രമല്ല 3000 കുട്ടികൾ എന്നൊക്കെ പറയുന്നത് വലിയൊരു നമ്പറാണ്. നമുക്ക് അടുത്ത മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഇതിനെ വളരെ നല്ലൊരു പ്രോജക്റ്റാക്കി നമുക്കിത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന, സൗത്ത് ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റുന്ന അത്രയും വലിയൊരു പ്രോജക്റ്റാക്കി ഇതിനെ ചെയ്യാമെന്ന് പറയുകയും അപ്പം അദ്ദേഹം ആ കാര്യത്തിൽ വളരെ സംതൃപ്തനായി. എനിക്ക് അദ്ദേഹത്തെ ആ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പം അദ്ദേഹം എൻ്റെ ബിസിനസ് പാർട്ട്ണറായി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റിൽ മറ്റ് 3
പാർട്ട്ണർമാർ കൂടി ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 5 പേര്. എന്നാൽ ഡോക്ടർ അജയ് കുമാർ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് BIO, ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി, അവിടെ അദ്ദേഹം വലിയൊരു ഓഫീസ് സെറ്റപ്പ് അതിനു വേണ്ടി ചെയ്തു. ഒരു 8-10 പേരുടെ ഒരു ടീമിനെ അദ്ദേഹം അവിടെ ഓർഗനൈസ് ചെയ്തു. അതിൽ ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും എല്ലാവരും ഉണ്ട്. എന്നിട്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്നൊക്കെ കുറേ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസും എല്ലാം സംഘടിപ്പിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അപ്പം അതിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം മുടക്കിയത്. അപ്പം അതിനുശേഷം അദ്ദേഹം എന്നെ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി. അപ്പം ആ വ്യക്തി ആ സമയത്ത് DGP ആയിരുന്ന, കേരളത്തിൽ DGP ആയിരുന്ന ഓർമിസ് തരകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവും ഈ ഓർമിസ് തരകൻ എന്ന് പറയുന്ന DGP റോ, കേന്ദ്ര രഹസ്യാന്വേഷണ ബ്യൂറോ, അപ്പം അതിൻ്റെയൊക്കെ തലവനൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് വീണ്ടും ഈ ഡോക്ടർ BS അജയ്കുമാർ വഴി ഈ പ്രോജക്റ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തി കൂടി വന്നു. അപ്പം അദ്ദേഹം എന്നെ ഡെലോയിറ്റ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് പരിചയപ്പെടുത്തുകയും ഡെലോയിറ്റ് ഇതിൻ്റെ പ്രോജക്റ്റ് കൺസൾട്ടൻ്റായി. അപ്പം അങ്ങനെ ഇത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാം എന്ന് പറഞ്ഞ് ഇപ്പം ഞങ്ങൾ സംയുക്തമായി പ്ലാൻ ചെയ്ത അത്രയും നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു അത്. എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം ആ പ്രോജക്റ്റ് നല്ലതായിട്ട് ചെയ്യുവാണെങ്കിൽ 4-5 വർഷം കൊണ്ട് അപ്പം അതിനെ ഒരു വർഷം ഒരു 100 കോടി രൂപ വരെയൊക്കെ പ്രോഫിറ്റ് കിട്ടുന്ന തരത്തിലേക്ക്. കാരണം 2 തരത്തിലുള്ള പ്രോഫിറ്റ് ഉണ്ട്. അഡ്മിഷൻ നടത്തുമ്പോൾ ഉള്ളൊരു പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പ്ലേസ്മെൻറ്റ് നടത്തുന്നതിനുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. മാത്രമല്ല ആ സമയം അങ്ങനെ വരുമ്പോഴേക്കും ഇത് ഞങ്ങൾ കൊടുക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, നിലവിൽ പല കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കാനൊക്കെയുള്ള അവസരം കൊടുത്ത് ഒരു വർഷം ഒരു 100 കോടി രൂപയ്ക്ക് മുകളിൽ വരെ പ്രോഫിറ്റ് കിട്ടാവുന്ന അത്രയും വലിയൊരു പ്രോജക്റ്റ് ആക്കി എടുക്കാൻ. അപ്പം അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് എൻ്റെ ആശയങ്ങളായിരുന്നു. അപ്പം അത് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ വളരെ നല്ല ഉദ്ദേശത്തോടെ ഇത് ആരംഭിച്ചു. അപ്പം അതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന ബദരി നാരായൺ, കേന്ദ്രമന്ത്രിയായിരുന്ന ചിദംബരത്തിൻ്റെ വൈഫ് നളിനി ചിദംബരം, അപ്പം അവരെ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറാക്കി. പക്ഷെ വലിയ പേയ്മെൻ്റ് ഒന്നും കൊടുത്തില്ല. ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു ചെറിയ പേയ്മെൻറ്റ് മാത്രമേ ഞങ്ങളെ കൊണ്ട് അടപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നളിനി ചിദംബരം നിങ്ങളുടെ ലീഗൽ അഡ്വൈസർ ആയിരിക്കും. അപ്പം അങ്ങനെ അദ്ദേഹം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ നളിനി ചിദംബരത്തിൻ്റെ ഭാഗത്തൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല, ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല. ഇപ്പം ഞാനത് പറഞ്ഞത് അത്രമാത്രം നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു വലിയ പ്രോജക്റ്റായിരുന്നു. അപ്പം അതിൽ എൻ്റെ ഒരു പ്രൈമറി റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ അഡ്മിഷൻസ്, ഈ പറയുന്ന 3000 അഡ്മിഷൻ ചെയ്തെടുക്കുക. അപ്പം അത് ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു വ്യക്തി വിചാരിച്ചാലും അസാധ്യമായിരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാൾക്ക് പോലും അത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇപ്പം ഞാനിത് പറയുന്നത് അന്നും ഇന്നും അസാധ്യമെന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യരും കരുതുന്ന പല കാര്യങ്ങളും സാധ്യമാക്കിയെടുക്കാൻ എനിക്ക് അന്നും കഴിയുമായിരുന്നു, ഇപ്പോഴും കഴിയും. ഇപ്പം ഞങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി മാസം കൊണ്ടൊക്കെയാണ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ പൂർത്തീകരിച്ചത്. കോളേജുകൾക്കൊക്കെ യൂണിവേഴ്സിറ്റി ആയിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട്, പിന്നെ മന്ത്രിമാരുടെ കോളേജുകളും രാഷ്ട്രീയ പ്രമുഖരുടെ കോളേജുകളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ജനുവരി മാസം വരെയൊക്കെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയും, അപ്പോൾ അങ്ങനെ ഈ പറയുന്ന എല്ലാ കോളേജിലേക്കും മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. എന്നിട്ട് ഞങ്ങൾ ഒരു ഫെബ്രുവരി മാസത്തിലാണ് ബാങ്കിലേക്ക് ലോൺ പ്രപ്പോസൽ കൊടുക്കുന്നത്. അപ്പം അതിനു മുൻപ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞ അന്ന് ശ്രീ ഭാഷ, അദ്ദേഹം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സോണൽ മാനേജറാണ് കലൂരിൽ. കേരളത്തിൻ്റെ മൊത്തം ഇൻചാർജുള്ള ഓഫീസറാണ്, നല്ലൊരു മനുഷ്യനാണ്. പിന്നെ മിസ്റ്റർ വെങ്കടേശ്വരൻ, അദ്ദേഹം നമ്മുടെ ചീഫ് മാനേജറാണ്. അദ്ദേഹവും വളരെ നല്ല മനുഷ്യനായിരുന്നു. അപ്പം അവരെന്നോട് പറഞ്ഞു, അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ വരെ വന്ന് ഈ കോളേജുകളൊക്കെ ഞങ്ങൾക്ക് കാണണം. കാരണം പുതിയ കോളേജല്ലേ, ഇപ്പം എങ്ങനെയുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടിട്ട് കോളേജുകളൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ ലോണിൻ്റെ കാര്യത്തിൽ ഒരു പ്രയാസവും ഇല്ല.
അപ്പം അങ്ങനെ അവർ പറഞ്ഞുവെങ്കിൽ പോലും ഞാൻ അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ എറണാകുളത്തുള്ള മിക്കവാറും എല്ലാ ബാങ്കിൻ്റെ ടോപ്പ് ലെവലുള്ള ഓഫീസേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ റീജിയണൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ചീഫ് മാനേജേഴ്സ്, ഇങ്ങനെയുള്ള മാനേജർമാരെല്ലാം വിളിച്ചിട്ട് എറണാകുളത്ത് ഹോട്ടൽ ഗോകുലം പാർക്കിൻ, ഹോട്ടൽ താജിലും തിരുവനന്തപുരത്ത് ഹോട്ടൽ മുത്തൂറ്റ് പ്ലാസയിലും ഈ 3 സ്ഥലത്ത് അന്ന് കർണാടകയിലെ പ്രശസ്തമായിട്ടുള്ള ഒട്ടനവധി കോളേജുകളുടെ ചെയർമാൻമാരെല്ലാം ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. ആചാര്യ കോളേജിൻ്റെ ചെയർമാനൊക്കെ വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഡോക്ടർ അശ്വത് നാരായൺ, അദ്ദേഹം ആ സമയത്തൊക്കെ എൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അപ്പം അദ്ദേഹം പിൽക്കാലത്ത് കർണാടക ഡെപ്യൂട്ടി CM വരെ ആയിത്തീരുന്നതിനൊക്കെ ഇടയായിട്ടുള്ള നല്ലൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹമൊക്കെ ബാങ്കേഴ്സുമായിട്ടുള്ള പ്രോഗ്രാമിലൊക്കെ വന്നതാണ്. അപ്പം ബാങ്കേഴ്സ് വളരെ ബദരി നാരായണനും ഡെലോയിറ്റിൻ്റെ പ്രതിനിധിയും ഒക്കെ ആ മീറ്റിങ്ങുകളിൽ വന്നിരുന്നു. ആ മീറ്റിങ്ങുകളിൽ ബാങ്കുകാർ വളരെ സംതൃപ്തരായി. ബദരി നാരായണൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു. ഇപ്പം ഈ ലോൺ കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 100% കിട്ടും. ഈ പ്രോജക്റ്റ് 100% സക്സസ് ആണ്. കാരണം ഇതിനകത്ത് ഇനി ഒരു പരാജയം വരണ്ട, ഇപ്പം യാതൊരു കാര്യങ്ങളുമില്ല. അപ്പോഴും ഞാനാണ് മനസ്സുകൊണ്ട് തീരുമാനിച്ചത് ഇത്രയും വലിയ പ്രോഫിറ്റ്, അന്ന് വലിയൊരു പ്രോഫിറ്റ് അത് ലഭിക്കും. ഒരുപാട് കോടിക്കണക്കിന് രൂപ അന്ന് ഇപ്പം അഡ്മിഷൻ റവന്യൂ ആയിട്ട് കിട്ടാനുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു അത്രയും കോടിക്കണക്കിന് രൂപ ഞാനൊരു വ്യക്തി എടുക്കാതെ അപ്പം അതിനെ ഡോക്ടർ BS അജയ്കുമാറും എല്ലാവരും കൂടെ ചേർന്ന് ഈ സമൂഹത്തിന് നന്മ വരുന്ന രീതിയിൽ അത്രയും നല്ല ഉദ്ദേശത്തോടെയാണ് ഞാൻ ആ പ്രോജക്റ്റ് തുടങ്ങിയത്. എന്നാൽ അതിനകത്ത് സംഭവിച്ചത് ദുഷ്ടന്മാരിൽ ദുഷ്ടരായിട്ടുള്ള ചില വ്യക്തികൾ അതിനെ പാടെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനോ ഉൾക്കൊള്ളുവാനോ പറ്റാത്ത രീതിയിൽ ആ പ്രോജക്റ്റിനെ തകർത്ത് നശിപ്പിച്ച് കളഞ്ഞു. അപ്പം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പം അവർ ചെയ്തത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനെ സ്വാധീനിച്ചിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനെ കൊണ്ട് ബാങ്കുകാർക്ക് ലെറ്റർ അയപ്പിച്ചു. ഇങ്ങനെ കർണാടകയിൽ കുറേ അധികം പുതിയ കോളേജുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവർക്കൊന്നും ആ കോളേജിലെ കുട്ടികൾക്കൊന്നും എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കരുത്. കാരണം അവർക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഈ സർക്കുലർ വരുന്നതിന് മുൻപ് തന്നെ ആചാര്യ കോളേജിലൊക്കെ ഒട്ടനവധി കുട്ടികൾക്ക് ലോൺ കിട്ടുകയും എല്ലാം ചെയ്യുകയും ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ശ്രീ ഭാഷയും വെങ്കടേശ്വരനും അദ്ദേഹമൊക്കെ ഇപ്പം ഞാനാണ് അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ കൊടുത്ത് ഹോട്ടൽ അശോക്, ഇപ്പം ബാംഗ്ലൂരിലെ 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പം അവിടെ അക്കോമഡേഷനും ഒക്കെ അറേഞ്ച് ചെയ്ത് അപ്പം അതിൻ്റെ എക്സ്പെൻസ് എല്ലാം എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ മുടക്കിയത്. അപ്പം അന്ന് അവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ അപ്പം ആ കാലത്ത് ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെയായിരുന്നു. അപ്പം ആ സമയത്ത് മറ്റെന്തോ കാര്യത്തിന് വേണ്ടി അപ്പം അദ്ദേഹം അവിടെ വരുന്നതിനും ഇപ്പം ഞങ്ങളൊക്കെ ഇരുന്നപ്പോൾ ഒരു 6 അടി അകലത്ത് കൂടിയൊക്കെയാണ് അദ്ദേഹം ആ സമയത്ത് നടന്നു പോവുകയും ഒക്കെ കാണുവാനൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്ന ദിവസമാണ് ഞങ്ങളത് പോകുന്നത്. മാത്രമല്ല ആ സമയത്ത് ഇതിൻ്റെ ലീഗലായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അന്ന് കേരളത്തിലെ DGP ആയിരുന്ന DGP എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എനിക്കൊരു മാട്രിമോണിയൽ സംവിധാനം വിപുലമായിട്ടുണ്ടായിരുന്നു. അപ്പം ആ മാട്രിമോണിയൽ സംവിധാനത്തിലെ ഒരു ക്ലയൻ്റ് ആയിരുന്നു ഈ പറഞ്ഞ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, സാറ് കൂടെ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. അദ്ദേഹം ആ സമയത്ത് റീസെൻ്റ്ലി റിട്ടയർ ആയിരുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ്. അപ്പം അദ്ദേഹവും പറഞ്ഞു ഞാൻ കൂടെ വരാം. കാരണം ഇത്ര നല്ലൊരു പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയതും. അപ്പം അങ്ങനെ ഏറ്റവും നല്ല കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ചെയ്ത ആ പ്രോജക്റ്റാണ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. അപ്പം തകർത്ത വ്യക്തി ആരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പോൾ അത് പൊതുസമൂഹത്തോട് അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ വിശദമായി സംസാരിക്കാം.
നിങ്ങളെല്ലാവരും മറക്കാതെ വാച്ച് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.